എൻ്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത, വാലന്റൈൻസ് ഡേ അല്ലേ, എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തന്നത്. മെഹനാസ്. ഈ മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിൽ വെച്ചിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്തു. സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ അതിന് ഇപ്പുറത്ത് നിന്നിട്ട് ഇങ്ങേര് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടിട്ട് കരഞ്ഞ് നിലവിളിക്കുക. ഇത്രയും കാലം കൂടെ ജീവിച്ച ഒരു കുഞ്ഞിൻ്റെ അമ്മയായ സ്വന്തം ഭാര്യയാണെന്ന് കൂടെ നിങ്ങൾ ആലോചിക്കണം. ആൾ മരിച്ചു കിടക്കുമ്പം ഇപ്പുറത്ത് ഇങ്ങേര് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങേര് രണ്ടാമത് കല്യാണം കഴിച്ചു. ഭാര്യയുടെ പേര് സഫ എന്നാണ്. വാലന്റൈൻസ് ഡേയുടെ അന്ന് ഇങ്ങേര് വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സഫ എന്ന് പറയുന്ന ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഈ ഒളിച്ചോടിപ്പോയ ചെറുക്കൻ അല്ലവല്ലാതെ അടങ്ങി അതിൻ്റെ അപ്പുറത്തെ മുട്ടൻ കോമഡി. നമ്മുടെ ഫസ്മീന സാക്കിറിൻ്റെ എക്സ് ഹസ്ബൻഡായ ആ അലവലാതയുടെ കൂടെയാണ് ഈ പെണ്ണ് ഒളിച്ചോടിപ്പോയിരിക്കുന്നത്. അവൻ ഭൂലോക അലവലാതിയാണെന്നറിഞ്ഞിട്ടും അവൻ്റെ കൂടെ തന്നെ ഇറങ്ങിപ്പോവാൻ കാണിച്ച മനസ്സ് നിങ്ങളാരും കാണാതെ പോകരുത് സുഹൃത്തുക്കളെ. ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത, വാലന്റൈൻസ് ഡേ അല്ലേ, എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തന്നത്. ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത്. ഗൈസ്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളിനി യൂട്യൂബിൽ സംസാരിക്കുന്നതായിരിക്കും. യൂട്യൂബിൽ തന്നെ വന്ന് സംസാരിക്കണം. ഭാര്യ ഒളിച്ചോടി പോയാലും കുഴപ്പമില്ല, ആ ന്യൂസ് പറഞ്ഞ് 10 പൈസ കിട്ടുവാണെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ. അല്ല ചേട്ടാ, കൊള്ളാം, ഐഡിയ കൊള്ളാം. ഇതിൻ്റെ കൂടെ ലല്ലൂമ്പി ലാസ്റ്റത്തെ പേര് കറക്റ്റാ. ആ നാറിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ ഇങ്ങനെ കള പറഞ്ഞിട്ട് പോലെ ഈ ചെക്കൻ്റെ ഒക്കെ ആര് പോയാലും വെട്ടിൻ്റെ പണി കിട്ടും കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചോ. വിത്ത് എവിഡൻസ് കാണുന്നവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇവൻ്റെ ഒക്കെ ആര് പെട്ടുപോയാലും നല്ല പെടലായിരിക്കും പെടുന്നത്. ആരും വലയിൽ വീഴാണ്ടിരിക്കുക. കാരണം മാക്സിമം ഇവൻ്റെ മുതലെടുപ്പാണ്. ഇവൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഭയങ്കര ഒരു വിഷയമായി കിടക്കുന്ന ഒരു കാര്യം കൂടെ ഇവൻ തലയിൽ ഏറ്റി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ പെൺപിള്ളേരുടെ ജീവിതം തകർക്കലാണ് ഇവൻ്റെ പണി. ഈ ലല്ലുമ്പിയുടെ തെണ്ടിത്തരത്തിനെ കുറിച്ചിട്ട് ഫസ്മീന തന്നെ എത്രമാത്രം എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ അത്രയും എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്നിട്ടും ഇവൻ്റെ കൂടെ തന്നെ പോയി എന്ന് ആലോചിക്കുമ്പം ഞാൻ ആലോചിക്കുകയാണ്, എന്താണ് കക്ഷി ശരിക്കും ഉദ്ദേശിച്ചത്. ഇവൻ കണ്ട പെൺപിള്ളേരായിട്ട് മൊത്തം റിലേഷനാണ്. അവരുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും പറ്റിയ സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടേക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, രണ്ടുപേരും ചേരും. അപ്പോൾ എനിക്ക് കുറേ പേര് മെഹനാസിന്റെ സ്റ്റോറി അയച്ചു തന്നായിരുന്നു. സ്റ്റോറി അയച്ചിട്ട് ഷിബിലി മെഹനാസിന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി സഫേന്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു. സഫ കുറേ എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത വ്യക്തി തന്നെ ബാക്കിൽ കൂടെ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ എനിക്കെന്നൊന്നും പറയാനില്ല. എനിക്കത് പണ്ടോട്ടെ ശീലം. അതിനല്ല എനിക്ക് വിഷമം. മെഹനാസ് ഈ സംഭവം രാവിലെ വിളിച്ച് പറഞ്ഞ് കുറേ കരഞ്ഞായിരുന്നു. അപ്പം ഐ ഫീൽ വെരി സാഡ് ഫോർ മെഹനാസ്. പോട്ടെ, അല്ലേ സാരമില്ല. അപ്പം കല്യാണം കഴിഞ്ഞവരൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെ ആൾക്കാരിങ്ങനെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഇതിൽ ഇങ്ങനെ വരും. പ്രത്യേകിച്ച് ഇവൻ കല്യാണം കഴിഞ്ഞവർ കുട്ടിയുണ്ട് എന്നൊന്നും നോക്കത്തില്ല. ഇവൻ അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. കിട്ടുന്നതെല്ലാം ഓക്കെയാണ്. സോ നിങ്ങൾ സൂക്ഷിക്കുക. ആൻഡ് ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതായിരിക്കും വിത്ത് പ്രൂഫ്. സ്വന്തം ഭർത്താവായവനെ കുറിച്ചിട്ട് ഫസ്മീന എത്രമാത്രം പറയുന്നുണ്ടെങ്കിൽ അവൻ എന്തുമാത്രം തെണ്ടിത്തരമായിരിക്കണം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത്. പല പെൺകുട്ടികളും ഇവൻ്റെ കോഴിത്തരങ്ങളെ കുറിച്ചിട്ട് ഇവർ സെപ്പറേറ്റ് ആയ സമയത്ത് അതായത് ഈ ലല്ലൂമ്പിയും ഫസ്മീനയും സെപ്പറേറ്റ് ആയ സമയത്ത് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടുമാണ് സഫ ഇവൻ്റെ കൂടെ പോയേക്കുന്നത്. ഇനി ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അധികം വൈകാതെ സോഷ്യൽ മീഡിയയിൽ വരും. കാരണം ലല്ലുമ്പിക്ക് ഇതിനു മുമ്പ് വേറൊരു പെങ്കൊച്ചുമായിട്ട് ഉണ്ടായിരുന്നല്ലോ. അത് സോഷ്യൽ മീഡിയയിൽ വന്ന് വലിച്ചു കീറി ഒട്ടിച്ച ആൾക്കാർ ഇപ്പോൾ ഇതാണ്ട് അടുത്തത്
അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, നീ ഏതാടാ കല്യാണരാമനോ? ഓരോ മാസം കഴിയുമ്പോൾ ഓരോ പെമ്പിള്ളേരെ പിടിച്ചുകൊണ്ട് വരാൻ കല്യാണരാമൻ തന്നെയല്ലേ പറയുന്നേ? തോന്നിടത്ത് കല്യാണം കഴിക്കുന്നവനെ. ഇപ്പോഴത്തെ പെമ്പിള്ളേരെ ചെന്ന് പെടുന്നത് മൊത്തം ഇതുപോലുള്ള അലവലാദികളുടെ കയ്യിലാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, എങ്ങോട്ടാണ് നമ്മുടെ സൊസൈറ്റിയുടെ പോക്ക്? ഇതുപോലുള്ള അലവലാദികളെയാണ് പെമ്പിള്ളേർക്ക് ഇഷ്ടം. അതിപ്പോൾ 2 കെട്ടിയാലും കുഴപ്പമില്ല, 3 കെട്ടിയാലും കുഴപ്പമില്ല. എന്തുവാടേ? പിന്നെ ഈ മെഹനാസ് അത്ര നല്ലവനൊന്നും അല്ല എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ കുഴിന്ന് ചാടി പടുകുഴിയിലോട്ട് വീഴാന്നൊക്കെ പറയത്തില്ലേ, അതാണ് എനിക്കിവിടെ സഫയുടെ കാര്യത്തിൽ തോന്നുന്നത്. മെഹനാസ് എന്ന് പറയുന്നത് ഡ്രഗ്സും കള്ളും അതും ഇതെന്നൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മുടെ ഖാദർ കരിപ്പൊടി അവർ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊരു കുഴിയിൽ നിന്ന് മുകളിലോട്ട് കയറി പോകാനാണ് ശ്രമിക്കാറ്. ഇതിപ്പം കുഴിയിൽ നിന്നിട്ട് പടുകുഴിയിലോട്ട് ചാടിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ലല്ലൂമ്പി എന്ന് പറയുന്ന അലവലാതി ഇതിപ്പോൾ 3-മത്തെയോ 4-മത്തെ എങ്ങാണ്ടാണ് പെൺപിള്ളേർ. കുറച്ച് കഴിയുമ്പോൾ ഇതിനെയും കളഞ്ഞിട്ട് അടുത്തതിനെ തപ്പിപ്പോവും. കാരണം ചില ആൾക്കാർ പറയാറുണ്ട് ലവൻ ഒന്നിലൊന്നും ഒതുങ്ങത്തില്ല എന്നുള്ളത്. അങ്ങനെ ഒതുങ്ങുമായിരുന്നെങ്കിൽ ഫസ്മീനയിൽ ഒതുങ്ങിയേനെ. അതിലൊതുങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോൾ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയി. ഇപ്പോൾ അതേ 3-മത്തെ ഒരെണ്ണം. ഇനിയിപ്പം അതിന് മുമ്പ് വേറെ റിലേഷൻ, അതായത് ഫസ്മീനയ്ക്ക് മുമ്പ് വേറെ ഉണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവൻ ആര്യവാ എന്ത് കണ്ടിട്ടാണോ എന്തോ പെമ്പിളേറൊക്കെ ഇവൻ്റെ പുറകെ പോകുന്നത്. ഇനിയിപ്പം ഭർത്താവിൻ്റെ വീട് വരട്ടെ, നമുക്ക് കാണാം. എന്തായാലും ഇതിന് എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് ആൾക്കാർ വരുമല്ലോ, അപ്പം നമുക്ക് ബാക്കി സംസാരിക്കാം. ശരി എന്നാൽ.